نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء وهو العليم القدير. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫضل കൊണ്ട് നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നാം ഓരോ ഘട്ടങ്ങളിലൂടെ ജീവിച്ച് പോവുകയാണ്. ബാല്യകാലം, കൗമാരം, യുവത്വം, വാർദ്ധക്യം, അങ്ങനെ മരണത്തിലേക്ക് സാധാരണ രീതിയിൽ അതാണ് നാം മനസ്സിലാക്കി വച്ചിട്ടുള്ളത്. മരണം എന്നുള്ളത് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന കാര്യവുമാണ്. ആ ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതൊരു 3 അവസ്ഥകളിലായി അല്ലാഹു തആല ചുരുക്കി പറഞ്ഞതാണ്. ഓതിവച്ച ആയത്തിൽ ഉള്ളത് സൂറത്ത് റൂമിന്റെ 54-ാമത്തെ ആയത്താണ് ഓതിവച്ചത്. ഒരു മനുഷ്യൻ പ്രായത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് എങ്ങനെയാണ്? ഓതിവച്ച ആയത്ത് അല്ലാഹുല്ലദീ ഖലഖകും മിൻ ضعഫിൻ ثم جعل من بعد ضعف قوة
അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ദുർബലാവസ്ഥയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ثم جعل من بعد ضعف قوة ആ ദുർബലാവസ്ഥയ്ക്ക് ശേഷം ദുർബലതയ്ക്ക് ശേഷം ശക്തി ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. ثم جعل من بعد قوة ضعفا وشيبا ആ ശക്തിക്ക് ശേഷം ആ ഖുവ്വത്തിന് ശേഷം ശക്തിക്ക് ശേഷം പിന്നീട് ദുർബലതയാകുന്നു, പിന്നീട് നരയാകുന്നു, വാർദ്ധക്യമാകുന്നു. വല്ലാഹു യഖ്ലുഖു മാ യശാ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ അല്ലാഹു സർവജ്ഞനാണ്, സർവശക്തനാണ്. ഈ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന കാര്യം എന്താണ്? ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കെ മറ്റുള്ളവരുടെ സഹായമില്ലാതെ നടക്കാനോ എഴുന്നേൽക്കാനോ കാര്യങ്ങൾ ചെയ്യാനോ സാധിക്കാത്ത ദുർബലാവസ്ഥയ്ക്ക് ശേഷം അവന് പടിപടിയായി കൗമാരം, യുവത്വം, ഈ മേഖലയിലൂടെ ഈ കാലഘട്ടങ്ങളിലൂടെ ഖുവ്വത്ത് ശക്തി കൊണ്ടുവന്നു അല്ലേ? അതിനുശേഷം വീണ്ടും ആ യുവത്വം അവസാനിക്കുമ്പോഴേക്ക് അവന്റെ വാർദ്ധക്യം അവനിലേക്ക് വരുന്നു. അവന് ദുർബലനായി തീരുന്നു. അവന്റെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് അവൻ തള്ളപ്പെടുന്നു. ഈ അവസ്ഥയിലാണ് ദുർബലാവസ്ഥയിൽ നിന്ന് ദുർബലാവസ്ഥയിലേക്കുള്ള ഈ യാത്രയിലെ ഒരു ഏറ്റവും ഊർജസ്വലമായ ഖുവ്വത്തുള്ള ഊർജസ്വലമായ ഒരു സമയമാണ് യുവത്വം. ആ യുവത്വത്തെ പറ്റിയാണ് നിങ്ങളോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് യുവത്വം. മനസ്സ് കൊതിക്കുന്നിടത്തേക്ക് ശരീരത്തെ എത്തിക്കാൻ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതെന്തും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. എന്തും ഏതും നേടിയെടുക്കാൻ സാധ്യമാകുന്ന കഴിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ യുവത്വം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കർമ്മശേഷി ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ടാണ് എല്ലാ സംഘടനകളും, എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും, എല്ലാ കൂട്ടായ്മകളും ഊർജസ്വലമാകുന്ന ആ യുവാക്കളെ, യുവതികളെ ടാർഗറ്റ് വെക്കുന്നത് അല്ലേ? ലിബറൽ ആശയങ്ങളും മതനിരാസവാദങ്ങളും കൊലയാളി രാഷ്ട്രീയങ്ങളും അരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മയക്കുമരുന്ന് മാഫിയകളും എല്ലാം ലക്ഷ്യം വെക്കുന്നത്, ടാർഗറ്റ് ചെയ്യുന്നത് ഈ യുവാക്കളെയാണ്, യുവതികളെയാണ്. കാരണം യുവതയുടെ ചോരത്തിളപ്പാണ്, അവരുടെ കർമ്മോത്സുകതയാണ്. ആ ഒരു യുവത്വം നന്മക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ്. നന്മക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നു, വിജയികളായി തീരുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കളും യുവതികളും കൃത്യമായി അവരുടെ യുവത്വ കാലഘട്ടത്തെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ തീരാനഷ്ടത്തിലേക്ക്, അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്താൻ കാരണമാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും, നാം ഉത്തരം നൽകേണ്ടി വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് ചോദ്യം ചെയ്യാതെ, നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതെ പരലോകത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. കാലടിപ്പാടുകൾ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകനിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂലു ഖദമു ബനി ആദം യൗമൽ ഖിയാമ മിൻ അൻദി റബ്ബിഹി ഹത്താ യുസ്അല അൻ ഖംസ്. അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ? അൻ ഉംരിഹി ഫീമാ അഫ്നാ.
അവന്റെ ആയുസ്സിനെ പറ്റിയാണ്. ആ ആയുസ് എങ്ങനെയാണ് വിനിയോഗിച്ചത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പരലോകത്ത് സാധ്യമാവുകയില്ല. രണ്ടാമതായി പ്രവാചകൻ പറയാണ്, അവന്റെ യുവത്വ കാലഘട്ടത്തെ കുറിച്ച്. ആ യുവത്വ കാലഘട്ടം എവിടെയാണ് നശിപ്പിച്ചത്? ഫീമ അബുല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫീമ അബുല, യുവത്വം എവിടെയാണ് നശിപ്പിച്ചത്? ഏതെങ്കിലും ക്ലബുകളിലാണോ? ആ ക്ലബുകളിൽ ക്യാരംസ് തട്ടിയിട്ടാണോ? നാട്ടുകാരുടെ കോപ്രായം കാട്ടുന്ന റീൽസ് കണ്ടിട്ടാണോ? ഷോർട്സ് കണ്ടിട്ടാണോ നിന്റെ യുവത്വം കളഞ്ഞിട്ടുള്ളത്, നശിപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദ്യം ചെയ്യപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. മൂന്നാമത്തെ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മൂന്നാമതായി, വമാലിഹി മിൻ ഐന കസബഹു വഫീമ അൻഫഖഹു. അവന്റെ സമ്പത്തിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടും. എവിടെ നിന്നാണ് ആ സമ്പത്ത് ഉണ്ടാക്കിയത്, സമ്പാദിച്ചത്? എവിടെയാണ് ആ സമ്പത്ത് ചിലവഴിച്ചത്? ഹലാലായ മാർഗത്തിലൂടെയാണോ സമ്പത്ത് ഉണ്ടാക്കിയത്? ഹലാലായ മാർഗങ്ങളിലാണോ, പുണ്യം കിട്ടുന്ന പ്രവർത്തനങ്ങളിലാണോ സമ്പത്ത് ചെലവഴിച്ചത്? അതോ ഹറാമായ കാര്യങ്ങളിൽ, അല്ലാഹുവിന്റെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളിലാണോ നിന്റെ സമ്പത്ത് ചെലവഴിച്ചത് എന്ന ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. അഞ്ചാമത്തെ കാര്യം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? വമാദാ അലിമ വമാദാ അമില ഫീമാ അലിമ. കുറെ കാര്യങ്ങൾ നീ കേട്ടിട്ടുണ്ടാകും, കുറെ കാര്യങ്ങൾ നീ മനസ്സിലാക്കിയിട്ടുണ്ടാകും, കുറെ കാര്യങ്ങൾ നീ പഠിച്ചിട്ടുണ്ടാകും. ആ പഠിച്ചതിനനുസരിച്ച്, ആ പഠിച്ചതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നീ പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നത്, പ്രവർത്തിച്ചത്? നമസ്കരിക്കണമെന്ന് നിനക്കറിയാം. നമസ്കാര സമയത്ത് നീ ക്ലബിലാണോ? നമസ്കാര സമയത്ത് നീ കളിസ്ഥലത്താണോ? നമസ്കാര സമയത്ത് നീ തിയേറ്ററിലാണോ? ചോദ്യം ചെയ്യപ്പെടാതെ ഒരാൾ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. നീ പഠിച്ചത്, ആ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യം അല്ലാഹു തആല ചോദിക്കുന്നതാണ്. നാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിർബന്ധമായും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും ഉദ്ധരിച്ച ഹദീസാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യഗ്തനിം ഖംസൻ ഖബല ഖംസ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നീ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഹയാതക ഖബല മൗതിക്. പൊതുവായി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഹയാതക ഖബല മൗതിക്, നിന്റെ മരണം വരുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. എപ്പോഴാണ് മരണം വരിക? ആർക്കാണ് എപ്പോഴാണ് മരണം വരിക? ഞാൻ യുവാവാണ്, ഇനിയും എനിക്ക് കുറെ കാലമുണ്ട്. ഞാൻ കുട്ടിയാണ്, എനിക്ക് ഇനിയും കുറെ കാലമുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? എന്റെ ഖുതുബ കഴിഞ്ഞ് ഞാൻ ഖുതുബ നിർവഹിച്ച് നിങ്ങൾക്ക് നമസ്കാരം നേതൃത്വം നൽകാൻ ഞാൻ ഉണ്ടാകുമോ എന്ന് ഉറപ്പു പറയാൻ ആർക്കാണ് ഇവിടെ സാധ്യമാവുക? ഇതുപോലെയാണ് ഓരോരുത്തരുടെയും ജീവിതം. ആർക്കെങ്കിലും തോന്നുകയാണ് ഞാൻ ഇനിയും കുറെ കാലം ജീവിക്കുമെന്ന്, ആർക്കെങ്കിലും തോന്നുമ്പോ അവർ അന്നുള്ള ന്യൂസ് പേപ്പർ എടുക്കട്ടെ, പത്രമാധ്യമങ്ങൾ എടുക്കട്ടെ, അതിന്റെ ചരമക്കോളം എടുക്കട്ടെ, അവർക്ക് കാണാം നിങ്ങൾ ഏത് വയസ്സുള്ള ആളാണെങ്കിലും, നിങ്ങളുടെ കാറ്റഗറിയിലുള്ള നിങ്ങളുടെ വയസ്സുള്ള ഒരാളെങ്കിലും മരണപ്പെട്ടതായി ആ പത്രമാധ്യമങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തരുമെങ്കിൽ എങ്ങനെയാണ് എനിക്ക് കുറെ കാലമുണ്ട്, എനിക്ക് കുറെ വർഷങ്ങളുണ്ട് എന്ന് തീരുമാനിക്കാൻ, ചിന്തിക്കാൻ നമുക്ക് സാധിക്കുക? ഒരു
ഒരു വകുപ്പ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മരണത്തിന് മുമ്പ് പ്രവാചകൻ പറയാൻ, രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. രോഗം വന്ന് കട്ടിലിൽ ആകുന്നതിന് മുമ്പ്, എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാതെ ആകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യ സമയം നീ ഉപയോഗപ്പെടുത്തണം. നിനക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം, പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം, പരലോക രക്ഷയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇതേപോലെയാണല്ലേ എപ്പോ ആണെങ്കിലും രോഗം വരാം. ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. വളരെ വളരെ അച്ചടക്കത്തോടെ അല്ലെ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ച് ആരോഗ്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്ന പല ആളുകൾക്കും ഒരു ദിവസം കാണാം ഹാർട്ട് അറ്റാക്ക്. അപ്പൊ രോഗം എപ്പോ വേണമെങ്കിലും വരാം, എപ്പോ വേണമെങ്കിലും വരാം. അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നീട് പ്രവാചകൻ പറയാണ്, നിന്റെ ഒഴിവ് സമയം, തിരക്ക് വരുന്നതിന് മുമ്പുള്ള നിന്റെ ഒഴിവ് സമയം ഉണ്ടല്ലോ, ആ ഒഴിവ് സമയത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ആ ഒഴിവ് സമയത്ത് നീ ക്ലബിലല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ക്ലബിൽ ക്യാരംസ് തട്ടിക്കൊണ്ടല്ല, ചീട്ട് കളിച്ചുകൊണ്ടല്ല, അവിടെയുള്ള സിനിമ കണ്ടുകൊണ്ടല്ല. ക്ലബിലുള്ള പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾക്ക് മാത്രം നിനക്ക് സഹകരിക്കാം എന്നല്ലാതെ അവിടെ പോയി അവരുടെ കൂടെ ചേർന്ന് അവർ കളിക്കുന്ന ക്യാരംസും കളിച്ച് അവർ കളിക്കുന്ന ചീട്ടും കളിച്ച് അവിടെ ആ ടെലിവിഷനിൽ ഇട്ടിരിക്കുന്ന സിനിമകളും കണ്ട് ജീവിതം കളയേണ്ടവനല്ല നീ. ഒരു സമയം തള്ളി നീക്കേണ്ടവനല്ല നീ. പരലോകത്തിന്റെ കാര്യം പോട്ടെ, ഇഹലോകത്ത് പോലും ഇങ്ങനെ സമയം കളഞ്ഞ് ജീവിച്ച ആരെങ്കിലും വിജയിച്ചതായിട്ട് ആർക്കെങ്കിലും അറിയോ? പരലോകം പിന്നെയല്ലോ നമ്മൾ സാധാരണ പറയാം, പരലോകം പിന്നെയല്ലേ. ഇഹലോകത്തിന്റെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട ആർക്കെങ്കിലും ഇന്നയാൾ യുവത്വ കാലഘട്ടത്തിൽ അവർ സാധാരണ ക്ലബിൽ പോയി ഇന്ന കാര്യങ്ങൾ ആക്ടിവിറ്റികളിൽ ഏർപ്പെട്ട ആളായിരുന്നു, ആർക്കെങ്കിലും പറയാൻ സാധിക്കോ? ജീവിതത്തിൽ ഇഹലോകത്തിൽ വിജയിക്കണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ പോലും അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. പിന്നെ പരലോകത്തിന്റെ കാര്യം പറയാനോ? ചില ആളുകൾക്ക് നമസ്കാരം പോലും ഇല്ല എന്നുള്ളതാണ്. നമസ്കാരം പോലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ നമസ്കാരത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് പറയുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന്, ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കാത്ത വിധം പൂട്ടിട്ട് വെച്ച് പൊക്കപ്പെട്ടിട്ടുള്ള യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ചില ആളുകൾക്ക് നമസ്കാരത്തിന്റെ സമയമായിട്ടും കളി നിർത്താൻ സാധിക്കുന്നില്ല. മഗ്‌രിബ് നമസ്കാരത്തിന്റെ ബാങ്ക് കൊടുത്താൽ പോലും കളി നിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ഇതൊക്കെ ഇപ്പേ കിട്ടുള്ളൂ, ഇനി എനിക്ക് കുറെ കാലമുണ്ട്, ഞാൻ കുറെ കാലം ജീവിക്കും എന്നുള്ള അബദ്ധ ധാരണയിലാണ്. അല്ല എങ്കിൽ ഞാൻ എപ്പോ വേണമെങ്കിലും മരണപ്പെടാം എന്നുള്ള ബോധ്യമുള്ള ചിന്തയുള്ള ഒരാൾക്ക് നമസ്കാരത്തിനുള്ള വിളി കേട്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ സാധിക്കൂല, അസ്വസ്ഥത ഉണ്ടാവും. ആ രൂപത്തിൽ മാറാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമതായി പ്രവാചകൻ പറയാണ്, നിന്റെ സമ്പത്ത് എപ്പോ വേണമെങ്കിലും നിന്നിൽ നിന്ന് പോകാം. നീ താൽക്കാലികമായിട്ട് ആ സമ്പത്ത് ഇടപാട് നടത്താനുള്ള താൽക്കാലികമായി അല്ലാഹു തആല സെലക്ട് ചെയ്തവനാണ്. താൽക്കാലികമായിട്ടാണ് ആ സമ്പത്ത് നിനക്ക് നിന്നിൽ നിന്ന് എപ്പോ വേണമെങ്കിലും പോകാം. അതുകൊണ്ട് സമ്പത്തുണ്ടാകുമ്പോ ആ ഉള്ള സമ്പത്തിൽ നിന്ന് നീ ഉപയോഗപ്പെടുത്തണം, ദാനം ചെയ്യണം.
കുറെ ഉണ്ടായിട്ട് ചെലവഴിക്കാം അല്ലേ? എത്ര ഉണ്ടായാലും ചെലവഴിക്കാൻ പിന്നെ തോന്നൂല. കുറച്ചുകൂടി ആവട്ടെ എന്നിട്ട് നമ്മളങ്ങോട്ട് ന്യായീകരണം പറയും ചെയ്യും. ഓരൊക്കെ സഹായിക്കുന്നവർക്ക് കുറെ ഉണ്ടായോണ്ടാണ്. എന്നാ ഓർക്ക് കുറെ ഉണ്ടായോണ്ട് സഹായിക്കുന്നുണ്ട്. നിന്റെ ഉള്ളതിൽ നിന്ന് നിനക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരു 100 റുപ്യെങ്കിലും ഒരു 10 റുപ്യെങ്കിലും എന്നിട്ട് പറയാനൊന്നും തരക്കണില്ല. സഹായിക്കും ചെയ്യൂല. സഹായിക്കുന്ന ആളുകളെ ഓർക്ക് അങ്ങനെ സഹായിച്ചാൽ ഒന്നും പോകാനില്ല എന്ന് ന്യായീകരിക്കുകയും ചെയ്യും. അവരെ പുകഴ്ത്തല്ല ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആക്ഷേപം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ സമ്പത്ത് ഉപയോഗിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതിൽ ഭൂരിഭാഗവും നമ്മുടെ യുവത്വ കാലത്തിൽ വരുന്നതാണ്. യുവത്വ കാലഘട്ടം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങളെ പല ആളുകളും അല്ല അധികം ആളുകളും അശ്രദ്ധയിലായിരിക്കും ഈ കാര്യങ്ങളെ സംബന്ധിച്ച്. 2 അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് റസൂൽ പറയാം, നിഅമതാനി മഖ്ബൂലുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. ജനങ്ങളിൽ അധികം ആളുകളും മഹാഭൂരിപക്ഷം ആളുകളും അശ്രദ്ധയിലാണ്. 2 നിഅമത്തുകളെ പറ്റി അശ്രദ്ധയിലാണ്. അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഒന്നാമത് അവന്റെ ആരോഗ്യമാണ്, രണ്ടാമത് അവന്റെ ഒഴിവ് സമയമാണ്. ആരോഗ്യവും ഒഴിവ് സമയവും യുവത്വത്തിന്റെ 2 പ്രധാന കാര്യങ്ങളാണ്. ആ ആരോഗ്യം വെറുതെ നശിപ്പിക്കാനുള്ളതല്ല, വെറുതെ കളയാനുള്ളതല്ല. ആ ആരോഗ്യമുള്ള ഊർജമുള്ള കാലഘട്ടം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, ഇഹലോകത്തിന് വേണ്ടിയും അധ്വാനിക്കുവാൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ ഇഹലോകത്തിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണമേ, നന്മ നൽകണമേ. പരലോകത്തും നീ ഐശ്വര്യം നൽകണമേ, നന്മ നൽകണമേ. നരക ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന. അതുകൊണ്ട് ഇഹലോകത്തിന് വേണ്ടിയും പരലോകത്തിന് വേണ്ടിയും പ്രവർത്തിക്കുവാനുള്ള ആ ഒഴിവ് സമയമുണ്ടല്ലോ, ആ ഒഴിവ് സമയത്തെ പറ്റി അശ്രദ്ധയോടെ ജീവിക്കരുത് എന്ന് റസൂൽ ഓർമ്മപ്പെടുത്താൻ. മഹാഭൂരിപക്ഷം ആളുകളും വിജയിക്കാത്തതിന്റെ കാരണം ഈ ഒഴിവ് സമയം ഉപയോഗിക്കാത്തതാണ് അല്ലെ? ഒഴിവ് സമയം ഉപയോഗിക്കാത്തതാണ്. മറ്റുള്ളവന്റെ കോപ്രായം കണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ അമിതമായി കളിച്ചു നടക്കുകയാണ്. ക്ലബുകളിലും മറ്റും വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവനവന് ഉപയോഗപ്പെടുന്ന രൂപത്തിൽ അവന്റെ സമയത്തെ ക്രമീകരിക്കുവാൻ മഹാഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യുവാക്കളെ, നിങ്ങളുടെ സമയം നിങ്ങളുടെ ഒഴിവ് സമയം ക്ലബുകളിൽ ഉപയോഗിക്കേണ്ടതല്ല. ക്ലബുകളിൽ നിങ്ങൾക്ക് പോകാം, നല്ല പ്രവർത്തനങ്ങൾ, സാമൂഹികമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ക്ലബുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇസ്ലാമിലേക്ക് അവരെ ക്ഷണിക്കാൻ ക്ലബുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ദീനിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാൻ ക്ലബുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ, അല്ലാതെ അവരുടെ കൂടെ കൂടി ക്യാരംസും കളിച്ച് സിനിമയും കണ്ട് തോന്നിവാസവും ചെയ്ത് നമസ്കാരം പോലും നഷ്ടപ്പെടുന്ന രൂപത്തിൽ ദൗർഭാഗ്യവാന്മാരായ ആളുകളായി തീരാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇഹലോകം നഷ്ടപ്പെടാണ്, പരലോകം നഷ്ടപ്പെടാണ്. എന്ത് കളിയാണെങ്കിലും നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തോ നിർത്തിയോളണം. നിങ്ങൾ ചിലപ്പോ ജോലിയില്ലാതെ നിർത്തുക, നിസ്കരിച്ചിട്ട് നിങ്ങൾ ഗ്രൗണ്ടിലാണ്, ബാങ്ക് കൊടുക്കാണ്, മകരവിന്റെ ബാങ്ക് കൊടുക്കാണ്, നിർത്തണം അവിടെ കളി.
മഗ്‌രിബിന് ജമാഅത്തിന് വരുന്ന രൂപത്തിൽ കിട്ടുന്ന രൂപത്തിൽ ജമാഅത്ത് കിട്ടുന്ന രൂപത്തിൽ കളിക്കുന്നവർ കളി ക്രമീകരിക്കണം. കളിക്കണ്ട എന്ന് പറയുന്നില്ല, ഹറാമാണെന്ന് പറയുന്നില്ല. പക്ഷേ കളിക്കുന്നവർ ഈ രൂപത്തിൽ ക്രമീകരിക്കണം. ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുണ്ടാവണം. ആ ഒരു ബോധത്തിൽ ജീവിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്രദ്ധരായി നിങ്ങൾ ജീവിക്കരുത്, മഹാഭൂരിപക്ഷ ആളുകളും അശ്രദ്ധരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ പറഞ്ഞില്ലേ 5 കാര്യങ്ങളെ സംബന്ധിച്ച്, അവന്റെ ശരീരത്തെ സംബന്ധിച്ചാണ്. എന്തിനാണ് അവന്റെ ശരീരം ഉരുപ്പിച്ചത്? നന്മയിലാണോ? നന്മ ചെയ്തിട്ടാണോ അവന്റെ ഊർജം കഴിഞ്ഞത്? അവന്റെ ശരീരം ഉരുപ്പിച്ചത്, അവന്റെ ശരീരം ദുർബലപ്പെട്ടത് നന്മ ചെയ്തിട്ടാണോ തിന്മ ചെയ്തിട്ടാണോ? ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ഉപദ്രവമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ആർക്കും ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണോ? ചോദ്യമുണ്ടാകും, ചോദ്യം ചെയ്യപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിൽ ജീവിച്ചിട്ടുള്ള യുവാക്കളെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറയാൻ. പ്രവാചകൻ എടുത്തു പറയാൻ നാളെ പരലോകത്ത് ഒരു തണലുമില്ലാത്ത സൂര്യന്റെ തൊട്ടു താഴെ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിൽ അർശിന്റെ തണൽ 7 വിഭാഗം ആളുകൾക്ക് നൽകപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിൽ പ്രവാചകൻ എടുത്തു പറയാണ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള യുവാക്കൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ പ്രത്യേകമായി നൽകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, എത്ര ചരിത്രങ്ങൾ യുവാക്കളായിട്ടുള്ള സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങളുണ്ട്, യുവാക്കളായിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളുണ്ട്. എത്ര ചരിത്രങ്ങളുണ്ട്! യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? തിന്മ ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സുന്ദരിയായിട്ടുള്ള കൊട്ടാരത്തിലെ യുവതി വശീകരിച്ച സമയത്തും മിന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, ഞാൻ അല്ലാഹുവിനെയാണ് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിൽ നിന്നും ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരിഞ്ഞു കളഞ്ഞത് ഈമാൻ കൊണ്ടാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. യുവത്വം ഇല്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല, അല്ലാഹുവിലുള്ള ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയില്ലേ? അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം അറിയില്ലേ? സൂറത്തുൽ കഹ്ഫ് എല്ലാ ആഴ്ചയും പാരായണം ചെയ്യുന്നതല്ലേ? വസിയത്ത് ചെയ്യുകയാണ്. ആ ചരിത്രം നിങ്ങൾ നോക്കണം. മാനിമോളിയുടെ തഫ്സീറിൽ ആ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരും. അവർ യുവാക്കളായിരുന്നു. ഒരു ടീം ഉണ്ടാകണമെന്നാണ്. യുവാക്കളുടെ ഒരു ടീം നമ്മുടെ കൂട്ടത്തിലുണ്ടോ? നമ്മുടെ ടീം ഉണ്ടാവും. ടീം കാണണമെങ്കിൽ ഏതെങ്കിലും ഗാനമേള വരണം. നമ്മുടെ ടീം ഉണ്ടാവും. ഏതെങ്കിലും ക്ലബിന്റെ പരിപാടി വരണം. അതല്ലാത്ത യുവാക്കളുടെ ഒരു ടീം നമ്മുടെ ഇടയിൽ കാണുന്നുണ്ടോ? ഇല്ല എങ്കിൽ അപകടമാണ്. ശ്രദ്ധിക്കണം. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന ഏത് സമയത്തും എപ്പോഴും അല്ലാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു നിലപാടാവണം, മനസ്ഥിതിയാവണം നമ്മുടേത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا لله والصلاة والسلام على رسول الله وعلى آله وأصحابه وسلم كثيرا مزيدا إلى يوم الدين أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യുവത്വത്തെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് എന്നുള്ളത്. ആ യുവത്വം ആർക്കും ഉപകാരപ്രദമല്ലാത്ത രൂപത്തിൽ ഉപയോഗശൂന്യമായി ഉപയോഗിക്കരുത്. ഒഴിവ് സമയങ്ങൾ നമ്മുടെ വ്യക്തിപരമായ
പ്രോഗ്രസ്സിന് വേണ്ടി, നമ്മുടെ പരലോകത്തിന് വേണ്ടി, ഇഹലോകത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ വ്യാപൃതരാവണം. നമ്മുടെ സമയങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ട് നാം ചെലവഴിക്കണം. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണം എന്നുള്ളതാണ് നാം പറഞ്ഞു വെച്ചത്, സൂചിപ്പിച്ചത്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹലോകം വളരെ ക്ഷണികമാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെ നന്മയിൽ വ്യാപൃതമാകാൻ നമുക്ക് സാധിക്കും. ഇഹലോകം വളരെ ക്ഷണികമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങണം. എങ്ങനെയാണ് നമുക്കതിന് സാധ്യമാവുക? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്, ഈ ദുനിയാവിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞിടത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്. എൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. കുൻ ഫി ദുനിയാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ഇഹലോകത്ത് ജീവിക്കേണ്ടത് ഒരു അപരിചിതനെ പോലെയാണ്, അല്ലെങ്കിൽ നീ വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരു യാത്ര പോകണം നമ്മളല്ലേ, ആ യാത്രക്കിടയിൽ ഒരു നല്ല ഹോട്ടലിൽ നമ്മൾ ഇറങ്ങി ഒരു ദിവസം താമസിച്ചിട്ട് പോകാം. നോക്കുമ്പോൾ നല്ല സൗകര്യമുള്ള ഹോട്ടലാണ്. നല്ല സൗകര്യമുള്ള ഹോട്ടൽ, നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ 10 ഇരട്ടി സൗകര്യങ്ങൾ എല്ലാ സ്ഥലത്തും, ബാത്റൂം ആകട്ടെ എല്ലാം. നമ്മൾ അവിടെ തന്നെ ഇരിക്കുമോ? ഒരു ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര ചെയ്യാൻ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇറങ്ങും. ഇതേപോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനം പരലോകമാണ്. ആ പരലോകത്തേക്കുള്ള യാത്രയെ ഒരു ഇടം മാത്രമാണ് ഈ ദുനിയാവ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും വന്നു ചേരും, പല ഐശ്വര്യങ്ങളും വന്നു ചേരും. പക്ഷേ ആ ഐശ്വര്യങ്ങളിൽ മതിമറന്ന് കുളിച്ച് ജീവിക്കാനല്ല നിങ്ങൾ ജീവിതം ഉപയോഗിക്കേണ്ടത്. നേരെ മറിച്ച് ആ ലക്ഷ്യബോധം നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ്. ഇദാ അംസൈത ഫലാ തൻതദിർ സ്വബാഹ്. വൈകുന്നേരമായാൽ രാവിലെയാകുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിർ മസാ. രാവിലെയാകാൻ വൈകുന്നേരമാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട. പ്രഭാതമായാൽ പ്രദോഷമാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വഖുദ് മിൻ സിഹതിക ലിമർദിക് വമിൻ ഹയാതിക ലിമൗതിക്. രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. മരണം വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ നീ ഉപകാരപ്പെടുത്തിക്കോ. ജീവിതത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ളത് എടുക്കാനുള്ളത് എടുത്തോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ആ ഒരു ബോധം തന്നെയാണ് ഒരാളെ നയിക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ബോധം. എനിക്ക് സമയമില്ല, എനിക്ക് കുറെ അശ്രദ്ധമായി ജീവിക്കുവാനുള്ള സമയമില്ല, അമിതമായി കളിച്ചു നടക്കാനുള്ള സമയമില്ല, വെറുതെ സിനിമയും സീരിയലും കാണാനുള്ള സമയമില്ല, ക്യാരംസ് കളിക്കാനുള്ള സമയമില്ല. ആ ഒരു ബോധത്തിൽ നമ്മൾ ജീവിക്കണം. കാരണം എന്താണ്? സമയമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരാൾക്കും ഉറപ്പില്ല എങ്ങനെയാണ് എന്റെ മരണം എന്നുള്ളതിലെ. 2 ദിവസം മുമ്പാണ് എന്റെ നാട്ടിൽ മണ്ണാർക്കാടിൽ 4 വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ലോറി മറിഞ്ഞ് അവർ തൽക്ഷണം മരിക്കുന്നത്. അവർ വിചാരിച്ചിരുന്നോ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം മരണപ്പെടുമെന്നില്ല? ഇതുപോലെയാണ് മരണം. ഒരു ഗ്യാരണ്ടി ഇല്ല. ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയാൽ ചികിത്സിക്കുക
ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ രോഗത്തിനുള്ള ചികിത്സയാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ചികിത്സ അവിടെയുമില്ല. നിങ്ങൾ വർക്കൗട്ട് എല്ലാം ചെയ്ത് വളരെ ആരോഗ്യം വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് വളരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജീവിച്ചാൽ അവിടെ നിങ്ങൾക്ക് മരണത്തെ തടുക്കാൻ സാധ്യമല്ല. അല്ലേ? കഴിഞ്ഞ മാസമാണ് നമ്മൾ കേട്ടത് യോഗാചാര്യൻ യോഗയിലൂടെ ആയുസ് വർദ്ധിപ്പിക്കാം എന്ന് പുസ്തകം എഴുതുകയും ആ പുസ്തകം ഹിറ്റാവുകയും ചെയ്തിട്ടുള്ള ആ ഗ്രന്ഥകർത്താവ് മരണപ്പെട്ടത് കഴിഞ്ഞ മാസമാണ്. മരണപ്പെട്ട വയസ്സത്ര 55-ാമത്തെ വയസ്സിലാണ്. യോഗയും നിങ്ങളെ മരണത്തിൽ നിന്ന് തടുക്കുകയില്ല. മരണത്തിന് ഒറ്റ കാര്യമുള്ളൂ, ഒറ്റ കാര്യം, സമയമാവുക, ദിവസമാവുക എന്നുള്ളത് മാത്രം. ഏതെങ്കിലും കാരണം വന്ന് മരിക്കേണ്ട ആളുകളല്ല നമ്മൾ. മരണത്തിന്റെ സമയം വരുമ്പോൾ ഏതെങ്കിലും കാരണം വന്ന് മരിക്കും. കാരണം കൊണ്ട് മരിക്കൊന്നുമില്ല. മരണത്തിന്റെ സമയം കാരണം വരും, അത്രയല്ല. അതുകൊണ്ട് കാരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണങ്ങളെ വരാതെ ശ്രദ്ധിച്ചിട്ട് കാര്യമല്ല. മരണം വരും. ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് വയസ്സുണ്ടാവണം, 10 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും 30 വയസ്സാണെങ്കിലും 40 വയസ്സാണെങ്കിലും 80 വയസ്സാണെങ്കിലും ആ ബോധം ഉണ്ടാവണം. ഓരോ സെക്കൻഡും ബോണസാണ്, ഓരോ മിനിറ്റും ബോണസാണ്. അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇഹലോകത്തും നമുക്ക് രക്ഷപ്പെടാം, പരലോകത്തും രക്ഷപ്പെടാം. അല്ല എങ്കിൽ ഇഹലോകവും നഷ്ടപ്പെടും, പരലോകവും നഷ്ടപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകവും പരലോകവും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ സൗഭാഗ്യവാന്മാരിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവർക്കും സാമ്പത്തിക ഭദ്രത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح أحوالنا وأحوال المسلمين في كل مكان. اللهم أصلح حال إخواننا في فلسطين وسوريا. اللهم أصلح حال إخواننا في فلسطين وسوريا. انتصر لهم من اليهود المحتلين الغاصبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.